Hello friends, welcome back to Platters Malayalam. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ പനീർ പോപ്കോൺ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 200 ഗ്രാം പനീർ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും എടുക്കാം കേട്ടോ, പക്ഷേ ഇത്ര ക്വാണ്ടിറ്റി ഒരു 2 പേർക്ക് കഴിക്കാൻ തികയും. പിന്നെ നിങ്ങൾക്ക് ഈ പനീർ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കിട്ടിയത്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് കോൺഫ്ലോറും ഒരു 1/4 കപ്പ് മൈദയും. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കാശ്മീരി എണ്ണ ചേർക്കണമെന്നില്ല, കാശ്മീരി നമ്മളൊരു കളറിന് വേണ്ടി ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു 1/2 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സിന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ മിക്സ്ഡ് ഹെർബ്സ് ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ, ഒരു റിബൺ പോലെ ഇങ്ങനെ വീഴണം. കൂടുതലും കട്ടിയും ആവാൻ പാടില്ല, എന്നാൽ കൂടുതലും ലൂസായി പോകാനും പാടില്ല. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയാലും നമ്മൾ പനീറിൻ്റെ മുകളിലും കറക്റ്റായിട്ട് കോട്ട് ആവുമല്ലോ. ഇതിലേക്ക് നമ്മളുടെ പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ഓരോ പനീർ ക്യൂബ് എടുത്ത് കോട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എല്ലാ പനീർ ക്യൂബും ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസിന്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടിയ ബ്രെഡുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കി കളയണ്ടെന്ന് വെച്ച് ഇത് സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെ ഞാൻ മിക്സിയുടെ ജാറിലെടുത്ത് പൊടിച്ച് കൊണ്ടുവന്നിരിക്കാം കേട്ടോ. അത് ഇപ്പോൾ ഈ ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, എന്നിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്ത് വെച്ചാണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ തോന്നിയാൽ ഈ ബ്രെഡ് ക്രംസ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരില്ല. ഇനി ഈ പനീറിനെ കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഒരു അടപ്പുള്ള പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാറ്ററിൽ മുക്കി വെച്ച 2-3 പനീർ ക്യൂബ്സ് എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പ് അങ്ങോട്ട് അടച്ചു വെച്ച് നമുക്ക് ഈ പാത്രത്തിന് ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് കോട്ടായി കിട്ടും. അല്ലാണ്ട് ഓരോന്നായിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആയാലും കറക്റ്റായിട്ട് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ബ്രെഡ് ക്രംസ് കോട്ടായി കിട്ടും. എങ്ങനെയുണ്ട് ഈ മെത്തേഡ്? എളുപ്പമല്ലേ? അങ്ങനെ നമ്മളെല്ലാ പനീർ ക്യൂബ്സും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ പനീർ പോപ്കോൺ കുറച്ചും കൂടി കൂടുതൽ ക്രിസ്പി ആക്കാനും കുറച്ചുകൂടി സൈസിൽ വലുതാക്കാൻ വേണ്ടി നമുക്കിതിനെ ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് വെച്ച ക്യൂബ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് വീണ്ടും എടുത്ത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ കൊണ്ട് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലെടുത്ത് ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താണ്ടല്ലോ നമ്മളെ പനീർ പോപ്കോൺ ഒന്നും കൂടി ഒന്ന് സൈസിൽ വീർക്കും. പിന്നെ അതിൻ്റെ ക്രിസ്പിനെസ്സും ഡബിൾ ആവും. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ. ബാറ്ററും ബ്രെഡ് ക്രംസും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ട്രയലിന് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഈ കോട്ടിങ്ങൊക്കെ നന്നായി പനീറിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 1/2 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ പനീരൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇപ്പോൾ കോട്ടിങ്ങൊക്കെ നന്നായി പിടിച്ച് നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ പനീർ ക്യൂബ്സ് ഓരോന്നോരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് വറുത്ത് നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് വറുത്തെടുക്കാം. ഈ പനീർ പോപ്കോണിൻ്റെ മുകളിലുള്ള ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അത് ഈ ബ്രെഡ് ക്രംസ് കാരണമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പനീറിനെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി കേട്ടോ. നന്നായി 2 സൈഡും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. മുറിച്ചിട്ട് ഇത് പുറമേന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നിന്ന് നമ്മളെ പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പനീർ ഡിഷസും പനീർ സ്നാക്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി നന്നായി ഇഷ്ടപ്പെടും. പിന്നെ ഇത് സോസ് കൂട്ടിയും കഴിക്കാം, അതില്ലാണ്ടും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓളാക്കി വയ്ക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.